കാലവർഷക്കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു നാട്. പൊട്ടിയൊലിച്ചെത്തിയ ഉരുളും മലയും വിഴുങ്ങിയത് 4 ജീവനുകൾ. ആകെ മരണം 7. ഒരു രാത്രി പുലരുമ്പോഴേക്കും സർവ്വതും നഷ്ടപ്പെട്ട അലമുറയിടുന്ന മനുഷ്യരുടെ മുഖങ്ങൾ മാത്രം എവിടെയും. പതിവ് കാലാവസ്ഥാ അലേർട്ടിനപ്പുറം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല ആർക്കും. ഒരു നിലപ്പൊക്കത്തിൽ കിടപ്പാടങ്ങൾ വെള്ളം വിഴുങ്ങുമ്പോഴും സഹായത്തിനായി ഒരു സംവിധാനങ്ങളും എത്തുന്നില്ലെന്ന് വിലപിക്കേണ്ടി വരികയാണ് മനുഷ്യർക്ക്. മരണപ്പൊഴിയാകുന്ന മുതലപ്പൊഴിയിൽ കാണാതായ ജീവനുകൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഉറ്റവർ. കാലം മാറുമ്പോൾ കാർ മാറ്റി ഹെലികോപ്റ്റർ വാങ്ങാൻ കഴിയാത്ത മനുഷ്യരെക്കുറിച്ചാണ്. ഓരോ ദുരിതകാലത്തും ജീവനും വാരിയെടുത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ക്യാമ്പുകളിലേക്ക് അലയേണ്ടി വരുന്ന, കൂടെ കിടന്നുറങ്ങിയവരുടെ മരവിച്ച ശരീരം മാത്രം ബാക്കിയാകുന്ന മനുഷ്യരെക്കുറിച്ച്. ജീവിതത്തിന്റെ തുലാഭാരത്രാസിനെ തോൽപ്പിക്കുന്ന മലവെള്ളത്തോട് മല്ലിടുന്ന മനുഷ്യരെക്കുറിച്ച്. വരൂ, ഇനി നമുക്ക് അവർക്ക് നേരെ കൂടി നോക്കാം. കാലവർഷക്കെടുതിയുടെ റിപ്പോർട്ടുകളാണ് കേരളത്തിൽ എല്ലായിടത്തു നിന്നും അറിയിക്കുന്നത്. ഈ രാത്രി അതിനിർണായകമെന്ന് വിദഗ്ധർ ഒന്നാകെ അഭിപ്രായപ്പെടുന്നു. ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, കേരളത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ സാഹചര്യത്തെക്കുറിച്ച് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായി, ചർച്ച ചെയ്യാനായി ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ എസ് അഭിലാഷ്, ദുരന്ത നിവാരണ വിദഗ്ധൻ ഫഹദ് മർസൂഖ്, ശാസ്ത്രലേഖകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് എന്നിവർ നമുക്കൊപ്പം ചേരും. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ആദ്യം തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ഒറ്റ ദിവസത്തെ മഴയിൽ സംസ്ഥാനത്ത് ആകെ ഉണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലായി 7 പേർക്ക് ജീവൻ നഷ്ടമായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളുടെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ്. സംസ്ഥാനത്താകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി 1465 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 17 വീടുകൾ പൂർണ്ണമായും, 127 വീടുകൾ ഭാഗികമായും തകർന്നു. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലേർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. തീരദേശ ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനം മൂലം ബുധനാഴ്ച വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും തത്സമയ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ടോബി, അപ്രതീക്ഷിതമായിരുന്നു രാത്രി ഇരുട്ടി വെളുത്തതിന് പിന്നാലെ എല്ലായിടത്തു നിന്നും വെള്ളം കയറിയ മനുഷ്യരുടെ ദുരിത ജീവിതം മാത്രം കാണേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ പ്രഭാതം അത് പുലർന്നത്. എന്താണ് ടോബി കോട്ടയത്തെ വിവിധയിടങ്ങളിൽ നിന്നും, പൊതുവിൽ തെക്കൻ കേരളത്തിൽ നിന്നും നൽകാൻ കഴിയുന്ന നിലവിലെ വിവരങ്ങൾ? അസിത പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് സ്ഥിതിഗതികൾ മാറിമറിയുന്ന, ഒരു രാത്രി കൊണ്ട് കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചില അലേർട്ടുകൾ, അതായത് ഓറഞ്ച് അലേർട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, നമ്മൾ പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ വാഗമൺ മലനിരകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, കോട്ടയം ജില്ലയുടെ മുകൾ ഭാഗം, അതായത് കിഴക്കൻ മേഖലയായിട്ടുള്ള തീക്കോയി, പൂഞ്ഞാർ തെക്കേക്കര, കൂട്ടിക്കൽ, അതുപോലെ തന്നെ മേരുക, മൂന്നിലവ് പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന കാഴ്ചയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കാണാൻ സാധിച്ചത്. അതേ തുടർന്നാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കാട്ടിയും ഉപരി പറയേണ്ട ഒരു കാര്യം, 2 ജീവനുകൾ ഇന്ന് പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഒരു വീട്ടിൽ കിടന്നുറങ്ങിയ അമ്മയും മകനും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ ഇടുക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ സ്ഥലത്തിന്റെ മറുവശത്താണ്, അവിടെയും 2 ജീവനുകൾ, ഒരു വീട്ടമ്മയും അതുപോലെ തന്നെ മറ്റൊരു വീടിടിഞ്ഞ് വീണ് ഒരു വൈക്കം സ്വദേശിയും മരിച്ചിരിക്കുന്നു. അങ്ങനെ 4 പേരാണ് ഈ ദുരിതത്തിൽ, അല്ലെങ്കിൽ ഈ മഴക്കെടുതിയിൽ മരിച്ചത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലും ഒപ്പം തന്നെ ഈ ദുരിതത്തിലും മരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മഴ, അതിശക്തമായ മഴ പെയ്യുന്നു. ഉരുൾപൊട്ടലുകൾ പല സ്ഥലത്തും, ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിലുകൾ, വീടുകൾക്ക് മുകളിലേക്ക് മണ്ണ് വീഴുന്ന അവസ്ഥ, പല വീടുകളും നാമാവിശേഷമാകുന്ന കാഴ്ച കണ്ടു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും വീടുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവരുടെ വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നു. ഒരു ആയുസ് കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളെല്ലാം തന്നെ നഷ്ടമാകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ സമാനമായ രീതിയിൽ, നേരത്തെ റാന്നിയിലെ കാര്യം പറഞ്ഞ പോലെ, റാന്നിയിൽ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെയും വലിയ രീതിയിൽ പമ്പയാറിലൊക്കെ വെള്ളം കയറി വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. കൂട്ടിക്കൽ, അതുപോലെ തന്നെ മുണ്ടക്കയം ഭാഗത്തൊക്കെ ഉണ്ടായ ആ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടിയ വെള്ളവുമാണ് പത്തനംതിട്ട ജില്ലയിലേക്കും ഒഴുകിയെത്തിയത്. അതിന് സമാനമായ രീതിയിൽ
മീനച്ചിലാറ്റിലും ജലനിരപ്പ് വ്യാപകമായി ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളം കയറുന്ന കാഴ്ചയാണ് നമുക്ക് ഈ രാത്രിയിലും കാണാൻ സാധിക്കുന്നത്. പാലാ നഗരത്തിൽ വെള്ളം കയറിയ അവസ്ഥ, അതിനു മുൻപ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന നഗരത്തിൽ മുഴുവനും, അതായത് മുൻപ് 2018 കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈരാറ്റുപേട്ട നഗരത്തിൽ വെള്ളം കയറുന്നു. പൂഞ്ഞാറിൽ വെള്ളം കയറുന്നു. അവിടെ വീടുകൾക്ക് മുകൾ തട്ട് വരെ എത്തുന്ന രീതിയിലേക്ക് വെള്ളം വന്നുവെന്നാണ് ചിലർ പറഞ്ഞത്. അങ്ങനെ മുൻപ് കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വെള്ളമെല്ലാം മീനച്ചിലാറ്റിലൂടെ ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അത് താഴ്ന്ന പ്രദേശങ്ങളായിട്ടുള്ള അപ്പർ കുട്ടനാടിന്റെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ മഴക്കെടുതി ഉണ്ടാക്കുമോ, ദുരിതമുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആളുകൾ ഉള്ളത്. കായൽ വെള്ളം എടുത്തില്ലെങ്കിൽ ആ പ്രതിസന്ധി കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടവരെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനു മുൻപ് ഇന്നലെ എന്തുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയില്ല, അല്ലെങ്കിൽ ഇത്ര പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചില്ല എന്നുള്ള ചോദ്യം കൂടി ഇവിടുന്ന് ഉയരുന്നുണ്ട്. ഓക്കെ ടോബി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ടോബി ഉൾപ്പെടെയുള്ളവർ തുടരുക. വരും സമയങ്ങളിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാം പുതിയ വിവരങ്ങൾ തേടി. അതിഥികളിലേക്ക് പോകാം. ഡോക്ടർ എസ് അഭിലാഷിലേക്കാണ് ആദ്യം. ശ്രീ അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ അലേർട്ടുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഇന്ന് രാവിലെ മുതൽ പലയിടങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിരന്തരം ഇത്തരം ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു പരിധിവരെ പെയ്യുന്ന മഴ, ലഭിക്കുന്ന മഴയ്ക്ക് അതിനൊരു കണക്കുകൂട്ടലുണ്ട്. അതിനും അപ്പുറത്തേക്ക് റെഡ് അലേർട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് അല്പം കൂടി ജാഗ്രതയിലേക്ക് കേരളം പൊതുവിൽ പോകുന്ന സാഹചര്യം ഈ അടുത്തായി കാണുന്നത്. പലപ്പോഴും കഴിഞ്ഞ ഈ കാലവർഷക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തടക്കം കൃത്യമായി ഈ കാലാവസ്ഥ മാറ്റം അറിയുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ ഒന്നാകെ പരാജയപ്പെടുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഇത്തവണയും അതൊക്കെ തന്നെയാണോ ആവർത്തിക്കുന്നത്? അതൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത്? നമ്മളൊരു മൺസൂണിൻ്റെ പകുതി അല്ലെ മൺസൂൺ കാലഘട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കാരണം എല്ലിനോയുടെ ഭാഗമായിട്ട് മൺസൂൺ മഴ കുറയുമെന്ന്, ഇന്ത്യ മുഴുവൻ മൺസൂൺ മഴ കുറയുമെന്നുള്ള ഒരു പ്രഡിക്ഷനാണ് പൊതുവേ ഉള്ളത്. എങ്കിൽ പോലും ഇതിനോടകം തന്നെ മുംബൈയിലായാലും ഗുജറാത്തിലായാലും അരുണാചൽ പ്രദേശിലായാലും ആസാമിലായാലും വലിയ വെള്ളപ്പൊക്കമാണ് കണ്ടത്. അപ്പം ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വാർണിംഗ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ടേക്ക് ആക്ഷൻ എന്നുള്ളതിന് അടുത്ത് നിൽക്കുന്ന ഒരു അലേർട്ടാണ്. അപ്പം ഓറഞ്ച് അലർട്ടാണ് പൊതുവേ ഇത്തരം വ്യാപകമായിട്ടുള്ള മൺസൂൺ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു ലോങ് ലീഡിൽ ഒരു 1 ഡേ അഡ്വാൻസ് ഒക്കെ സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ രാത്രിയായപ്പോഴേക്കും പകൽ തന്നെ ഇന്നലെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചു. പക്ഷേ പകൽ ഒരു സ്ഥലത്തും വലിയ തോതിലുള്ള മഴ ലഭിച്ചില്ല. അപ്പോൾ തന്നെ ആൾക്കാർ കളക്ടർമാരെ ട്രോളാൻ തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും രാത്രി 9 മണിക്ക് മുതലാണ് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള മഴ ലഭിച്ചു തുടങ്ങിയത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഒരു മഴയുടെ ആ ഒരു ബെൽറ്റ് നിലനിന്നത് ഇന്നലെ. അതും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് രാത്രി 9 മണിക്ക് തുടങ്ങിയ മഴ രാവിലെ 8:30 വരെയാണ് നീണ്ടു നിന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ധാരാളം റെയിൻ ഗേജ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് ഔദ്യോഗികമായിട്ടുള്ള റെയിൻ ഗേജസ് ഉണ്ട്, അല്ലെ ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് ഉണ്ട്. അതിലെല്ലാം വരുന്ന ഡേറ്റ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് എല്ലാ പ്രദേശത്തും ആവറേജ് ഒരു 25 സെൻറ്റിമീറ്റർ, അതായത് ഒരു 200 മില്ലിമീറ്ററിനും 300 മില്ലിമീറ്ററിനും ഇടയിലുള്ള മഴയാണ് ഇന്നലെ ഒറ്റ ദിവസം ലഭിച്ചിരിക്കുന്നത്. അത് അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയാണ്. യഥാർത്ഥത്തിൽ അതിന് ഓറഞ്ച് അലർട്ട് സമാനമായിട്ടുള്ള മഴയാണ് രാത്രിയിൽ ലഭിച്ചത്. ശ്രീ അഭിലാഷ്, ഞാനതിൽ ചോദിക്കാൻ ശ്രമിച്ചത്, പൊതുവിൽ ഇപ്പോൾ നമ്മൾ കുറച്ചധികം നാളുകളായി ഇത്തരം പ്രതിഭാസങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരാണ്. അപ്പോൾ പല ദുരന്തങ്ങളും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും യൂസ്ഡ് ആകുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഇത്തരം അവസ്ഥകളിലൊക്കെ ആവർത്തിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഇവിടെയും അതാണോ സംഭവിച്ചത് എന്നുള്ളതിന് അതാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. ഓറഞ്ച് അലേർട്ട് എന്ന് പറയുമ്പോൾ അതിൽ റെഡ് അലേർട്ടിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളിത് നിരന്തരം കേട്ട് ഓറഞ്ച് അലേർട്ട്, ഓക്കെ, ഗ്രീൻ അലേർട്ട് അല്ലെങ്കിൽ യെല്ലോ അലേർട്ട്, ഇങ്ങനെ ഒരു ഈസിനെസ്സിലേക്ക് മനുഷ്യൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാരണം അതും ഒരു പരിധിവരെ ശരിയാണ്. കാരണം നമുക്ക്
ഈ മൺസൂൺ കാലഘട്ടമാകുമ്പോൾ പൊതുവേ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഓറഞ്ച് അലർട്ട് ഒക്കെ വരാറുണ്ട്. ഒരു മൺസൂൺ അതിൻ്റെ ഒരു ടിപ്പിക്കൽ സജീവ കാലഘട്ടത്തിൽ ഈ വർഷം കടന്നത് ഇന്നലെ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മഴ മുഴുവനും കേന്ദ്രീകരിച്ചിരുന്നത് കോസ്റ്റൽ ബെൽറ്റിലാണ്. നമ്മുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് മൺസൂൺ സജീവമായത് ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂണിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി വെതർ സിസ്റ്റംസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മൺസൂൺ മഴപ്പാത്തി, അതുപോലെ തന്നെ മൺസൂൺ മഴപ്പാത്തിയിലൂടെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ, നമ്മുടെ ഓഫ് ഷോർ ട്രഫ് എന്ന് പറയുന്ന ഈ പശ്ചിമ തീരത്തോട് അടുത്ത് നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് മൺസൂൺ അതിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരിക്കലും ഒരു ക്ലാസിക്കലായിട്ടുള്ള സജീവ കാലഘട്ടത്തിലേക്ക് കിടക്കുന്നത്. മൺസൂൺ അതിൻ്റെ ഈ വർഷം ഇപ്പം ഏകദേശം 62 ദിവസം കഴിഞ്ഞു മൺസൂൺ തുടങ്ങിയിട്ട്. ഈ 62 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു സജീവ കാലഘട്ടത്തിലേക്ക്, അതായത് കിഴക്കൻ മലയോര മേഖലകളിലൂടെ മൺസൂണിൻ്റെ ഒരു പ്രഭാവം എത്തുന്ന തരത്തിൽ മഴ ലഭിച്ചതെന്ന് പറയുന്നത് ഇന്നലെയാണ്. അപ്പം ഒരു മൺസൂൺ ഒരു സജീവ കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൺ ആൻഡ് ആവറേജ് സ്റ്റേറ്റ് വൈഡ് ഒരു 70-80 മില്ലിമീറ്റർ അടുത്ത് മഴയാണ് ലഭിച്ചത്. അതായത് 7-8 സെൻറ്റിമീറ്റർ മഴയാണ് സ്റ്റേറ്റ് വൈഡ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ലഭിച്ചത്. അതേസമയം 2018-ലും 2019-ലും ഒക്കെ മഴയുടെ കണക്ക് പരിശോധിച്ചാൽ 10 സെൻറ്റിമീറ്ററും 11 സെൻറ്റിമീറ്ററും മഴ ലഭിച്ച സമയമുണ്ട്. 2019 ഇപ്പം കവലപ്പാറ പുത്തുമല ദുരന്തമുണ്ടായ സമയത്ത് ആഗസ്റ്റ് മാസം ഒരു ദിവസം 8-ാം തീയതി മാത്രം ലഭിച്ചത് ഏകദേശം സ്റ്റേറ്റ് വൈഡ് 15 സെൻറ്റിമീറ്ററോളം മഴയാണ്. അപ്പോൾ അതിൻ്റെ പകുതി മഴ മാത്രമേ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് മൺസൂൺ 35% മഴക്കുറവ്, ആ മഴക്കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കിട്ടിയ ഒറ്റ ദിവസത്തെ ഈ ഒരു മഴ കൊണ്ട് ഇത്രയും പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചു എങ്കിൽ നമ്മൾ ഈ ഒരു മഴയെ അത് വളരെ ലൈറ്റായിട്ടാണ് എടുത്തു എന്നുള്ളതാണ്. കാരണം ഇത്രയും വ്യാപകമായിട്ട് 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്രയും വ്യാപകമായിട്ടുള്ള അതിതീവ്ര മഴയുടെ പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓറഞ്ച് അലർട്ടും ഒക്കെ ഒരു കോമൺ നോമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ധാരണ 2018-ലെ പ്രളയം, അല്ലെങ്കിൽ ഇനിയിപ്പം ലാൻഡ് സ്ലൈഡ് വരുമ്പോഴത്തേന് 2024-ലെ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പം ചെറിയൊരു ലാൻഡ് സ്ലൈഡ്, ഇപ്പം ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ 3 ജില്ലകളിൽ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവമാണ് 2022-ൽ കണിച്ചാർ കൊടയാട് കണ്ണൂർ ജില്ലയിൽ. അന്നും 80 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ അല്ല 80 മില്ലിമീറ്റർ അല്ലെ 90 മില്ലിമീറ്റർ മഴ പെയ്തപ്പം 35 സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി. അതിൽ 2 പേര് മാത്രമേ മരിച്ചുള്ളൂ. അപ്പം അതിനെപ്പോലും നമ്മൾ അങ്ങനെയുള്ള ഇത്തരം ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മഴ കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. കാരണം ഇത്രയും ആൾക്കാർ മിഡിൽ ഓഫ് ദി നൈറ്റ് വെള്ളം കയറിയിട്ട് അവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു, ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പല മേഖലകളിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകളിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു പരാജയം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇതിനോട് യൂസ്ഡ് ആയതുകൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചത് ആയേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് ഒരു ഐ ഓപ്പണറാണ്. കാരണം ചെറിയ ഒരു മഴ ഉണ്ടെങ്കിൽ 7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 70 മില്ലിമീറ്റർ സ്റ്റേറ്റ് വൈഡ് മഴ കിട്ടുന്ന ഒരു സജീവ കാലഘട്ടത്തിലെ ഒരു നോർമൽ, ഞാനിതിനെ ഒരു നോർമൽ മഴ എന്ന് പറയുമ്പം മൺസൂൺ സമയത്തുണ്ടാകുന്ന സജീവ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നോർമൽ മഴയാണ്. അതായത് സജീവ കാലഘട്ടത്തിൽ ഇതിൽ കൂടുതൽ മഴ ഉണ്ടായ സന്ദർഭങ്ങളുണ്ട്. 2019-ലുണ്ട്, 18-ലുണ്ട്, 22-ലുണ്ടായിട്ടുണ്ട്, 20-ലുണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനേക്കാളും കൂടുതൽ മഴ ഉണ്ടായിട്ടുണ്ട്. അത് നീണ്ടു നിൽക്കുന്ന മഴയാണെന്ന് കൂടി ആലോചിക്കണം. അതായത് 2019-ലുണ്ടാകുന്ന മഴ എന്നൊക്കെ പറഞ്ഞാൽ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന മഴയാണ്. 18-ലുണ്ടായതും 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന മഴയാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, ഒറ്റ ദിവസം കൊണ്ടുള്ള മഴ കൊണ്ട്. സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്ന ഇതിന് മുന്നുള്ള ദിവസങ്ങളിലെ മഴയും കൂടെ കണക്കിലെടുത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഉരുൾപൊട്ടലിൻ്റെ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ പശ്ചിമഘട്ടം, അത് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഇത്തരം ചെറിയ മഴകളെ പോലും താങ്ങാനുള്ള ശേഷി ഓവർ ദി ഇയേഴ്സ്, ലാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ശേഷി വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇനിയും ഇത്തരം മഴകൾ തേങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക്, അതായത് ഒരു നോർമലായിട്ടുള്ള സജീവ കാലഘട്ടത്തിൽ കിട്ടുന്ന മൺസൂൺ മഴ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ഒരു ഭൂപ്രദേശമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ തീർച്ചയായും ഡോക്ടർ അഭിലാഷൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇവിടെ ഇപ്പോൾ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്നിപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും പലയിടത്തും നിർത്താതെ പെയ്യുകയാണ്. അതിൻ്റെ അളവിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട് എന്നതിനപ്പുറം മഴ പൂർണ്ണമായി മാറാത്ത പല മേഖലകളും ഇപ്പോഴും ഉണ്ട്. ഇന്നലെ രാത്രിയിലെ മഴയാണ് ഇത്ര വലിയ പ്രതിസന്ധി 3 ജില്ലകളിൽ വിശേഷിച്ചും ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ മുതൽ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് ഈ രാത്രി അത് അതിനിർണായകമാകും എന്നുള്ളതാണ്. അതായത് ഈ രാത്രി പെയ്യുന്ന മഴയുടെ അളവ് അത് നിർണായകമാകും എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിനെ താങ്കൾ കാണുന്നത്? അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങളെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ അതിനെ കരുതേണ്ടത്? ഇന്നത്തെ രാത്രി റിസ്ക്കിയാണ്. കാരണം ഇന്നും ഒരു ത്രെറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇന്നലത്തെ പോലെ അല്ല, പക്ഷേ എന്നിരിക്കലും ഇന്നത്തെ മഴ പെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും വാൽപ്പാറയ്ക്ക് ഇപ്പുറം, ആനമുടി, ഇടമലയാർ ബെൽറ്റ്, നേര്യമംഗലം, പിന്നെ ഇടുക്കിയുടെ ഫുട് ഹിൽസിൽ ഇന്നലെ പെയ്ത ആ ഭാഗങ്ങളിൽ തന്നെയാണ് മഴ പെയ്യാൻ പോകുന്നത്. അതുപോലെ പത്തനംതിട്ടയിലും ചെറിയ ത്രെറ്റുണ്ട്, കോട്ടയം ജില്ലയുടെ ഹില്ലി ഏരിയാസിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് എത്രത്തോളം നീണ്ടു നിൽക്കും എന്നുള്ള ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒട്ടും അപ്രതീക്ഷിതമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏകദേശം 3 ദിവസം മുമ്പ് തന്നെ എൻ്റെ സ്വകാര്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ, പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എൻ്റെ സ്വകാര്യമായ നിരീക്ഷണത്തിൽ 30, 31, ഈ 3 ദിവസം വളരെ വൾണറബിൾ ആണെന്നുള്ളൊരു സൂചന കിട്ടിയിരുന്നു, വളരെ കൃത്യമായിട്ടുള്ള സൂചന കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പ്രദേശങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ പോസ്റ്റ് ചെയ്തു. അത് ആ ഇടങ്ങളിൽ തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഏകദേശം 3-3:30 മണി വരെ ഞാനിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കോട്ടയം ജില്ലയിൽ തീക്കോയി, ഈരാറ്റുപേട്ട, പൂഞ്ഞാറ്, പാല, വാഗമൺ, പിന്നെ സീതത്തോട്, റാന്നി, കോന്നി, ഗവി, അതുപോലെ ഇടുക്കിയിലെ രാജാക്കാട് തുടങ്ങിയ മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങൾ, നേര്യമംഗലം, കോതമംഗലം, പിന്നെ മേപ്പാടി, കൽപ്പറ്റ, വൈത്തിരി തുടങ്ങിയ പ്രദേശങ്ങൾ, ഇതൊക്കെ നേരത്തെ അറിയാം. 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഏകദേശം 1500 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള വലിയൊരു മേഘഭാഗം കേരളത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു പടിഞ്ഞാറൻ കാറ്റും വടക്ക് പടിഞ്ഞാറൻ കാറ്റും ഇതിനെ ഡിസിപ്പേറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമിനൻസ് മാത്രമാണ് കേരളത്തിലേക്ക് ശരിക്കും നമുക്ക് ഉള്ള മോയ്സ്ചർ തന്നിട്ടുള്ളത്. അല്ലാതെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമായേനെ. വലിയൊരു ആഘാതത്തിൽ നിന്നുമാണ് കേരളം രക്ഷപ്പെട്ടത്. അത് ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഭാഗം മാത്രം കേരളത്തിലേക്ക് വരുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിന് 2 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് പസഫിക്കിൽ 2 ടൈഫൂൺസ് ഉണ്ടായിട്ടുണ്ട്, വളരെ വലിയ ചുഴലിക്കൊടുക്കാറ്റുകൾ. 3 ഉണ്ട്, ഒരെണ്ണം വളരെ ചെറുതാണ്, ബാക്കി 2 കൂടെ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 വളരെ വലിയ ഇമ്പാക്റ്റാണ് ബേ ഓഫ് ബംഗാളിലെ ഡീപ്പ് ഡിപ്രഷനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക്. അതായത് നേരിട്ട് നമ്മുടെ കേരളത്തിലെ ഈ ഒരു മലമ്പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ടൈഫൂൺ, ഈ മഴ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ടൈഫൂൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മലയോരങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ മലയോരങ്ങളിൽ ഭയങ്കരമായ മഴ പെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വയനാടിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വയനാടിൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത്, ഇപ്പോഴല്ല, 24 ഇഷ്യൂവിൻ്റെ സമയത്തും ഒരു ടൈഫൂൺ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധമുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അത് മാത്രവുമല്ല, പൊതുവെയുള്ള സാഹചര്യം ഏകദേശം 28, 29 കാലയളവിൽ തന്നെ ബോധ്യമായിരുന്നു ഈ പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നു. അങ്ങനെയാണ് ഞാനതൊരു എൻ്റെ സുഹൃത്തുക്കൾക്കായിട്ട് ഞാനൊരു അലർട്ടായിട്ട്, പിന്നെ വാട്സാപ്പിൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൊടുത്തു. പലരും വിളിച്ചു ചോദിച്ചു, ഇന്നലെ മഴയൊന്നും കാണാത്തതുകൊണ്ട് പലരും ചോദിച്ചു വാഗമണ്ണൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ, സാറ്റർഡേ സൺഡേ അവിടെ നിന്ന് പോകാൻ. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല, റോഡേ കാണത്തില്ല എന്ന് പറഞ്ഞു. നോക്കിക്കോളൂ, ഇന്ന് അവിടെയാണ് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഏജൻസീസിനെ ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കുറച്ച് ദിവസം മുമ്പ് വരെ ഗ്രീൻ അലർട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ സ്ഥലത്തൊക്കെ, കാരണം മഴയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു. പിന്നെ അത് പതുക്കെ യെല്ലോ അലർട്ടായി, പിന്നെ വളരെ ബുദ്ധിമുട്ടി ഒരു ഓറഞ്ച് അലർട്ടൊക്കെ കൊടുത്തു. അങ്ങനെയാണോ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്? ശരിക്കും റെഡ് അലർട്ട് നേരത്തെ കൊടുക്കേണ്ട അല്ലേ? ഇതൊക്കെ നേരത്തെ കണ്ട് നിരീക്ഷിച്ചറിയാൻ പറ്റുമല്ലോ. ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലേ ഇതൊക്കെ നിരീക്ഷിച്ചറിയാനായിട്ട്. അതൊന്നും എന്തുകൊണ്ടാണെന്നാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത് തോന്നുന്നത്? ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ സ്വകാര്യമായി താങ്കൾ നടത്തിയ നിരീക്ഷണത്തിൽ പോലും താങ്കളുടെ അനുഭവ പരിചയമൊക്കെ വെച്ച് അത് കണ്ടെത്താൻ സാധിക്കുന്നു. താങ്കൾക്ക് സാധിക്കുന്ന നിലയിൽ താങ്കൾ അലേർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട് ഈ ഔദ്യോഗികമായ അറിയിപ്പുകൾക്ക് കാത്തിരിക്കുന്ന
ഒരു കാലം കൂടിയാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ അലേർട്ടുകളാണല്ലോ പൊതുവിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവെക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അതിനൊക്കെ സാധിക്കും. ഒരു വ്യക്തിക്ക് ഇത്രമാത്രം സാധിക്കുമെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് പ്രധാനമല്ലേ? എവിടെയാണ് അതിൽ പാളിച്ച് വരുന്നത് ശ്രീ കമ്മത്ത്? ഇന്നിപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞങ്ങൾക്ക് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല, ഒരു അലേർട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു നിസ്സഹായാവസ്ഥയാണ്. കാരണം എനിക്കിതിൻ്റെ ക്രെഡിറ്റൊന്നും വേണ്ട. അതായത് നേരത്തെ കണ്ടു, അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്ന ക്രെഡിറ്റൊന്നും എനിക്ക് വേണ്ട. കാരണം നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ക്യൂറിയസുമാണ്, ഈ വെതർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ അലർട്ടുകൾ. കാരണം മഴ പെയ്തതിന് ശേഷം അലർട്ട് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, കുറേ പേര് മരിച്ചു പോകും. ഇപ്പോൾ ജീവഹാനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഈ മറ്റേ ക്വാറികളും ഒക്കെ പ്രവർത്തനം നിർത്തി എന്ന് പറയുന്നുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും പ്രശ്നമായേനെ. പല സ്ഥലങ്ങളിലും ഈ നിയമ ലംഘിച്ചുകൊണ്ട് ഇത്തരം പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം മണ്ണിടിച്ചിലൊക്കെ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. വളരെ ലാഘവത്തോടെ പലരും പറയുന്ന കേട്ടു ഉരുൾപൊട്ടലുണ്ട്. എത്രത്തോളം ഉരുൾപൊട്ടലുകളാണ് ഈ മേഖലയിലുണ്ടായി? ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ വളരെയധികം. ഇപ്പം വയനാടും ഉണ്ടായിട്ടുണ്ട്. ഈ ഡാമുകൾ നിറയുമെന്നും, കാരണം അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയാസിലാണ് മഴ പെയ്യാൻ പോകുന്നതെന്ന് അറിയാം, തീർച്ചയായിട്ടും അറിയാം. കാരണം ആ രീതിയിലാണ് നിരീക്ഷണങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംവിധാനങ്ങളുള്ള ഏജൻസീസിന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അലർട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. എനിക്കറിയില്ല മത്സ്യത്തൊഴിലാളി അലർട്ട് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സമയത്ത് ഒരിക്കലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗത്തിനായി പോകാൻ പാടുള്ളതല്ല. കാരണം വളരെ വലിയ പ്രശ്നമാണ് നമ്മുടെ അറബിക്കടലിൻ്റെ ആ ഭാഗത്തുള്ളത്. സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിൽ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഇവിടുത്തെക്കാൾ, കേരളത്തെക്കാൾ വളരെ കലുഷിതമാണ് അവിടുത്തെ അവസ്ഥ. അതിന് കുറച്ച് ദിവസമുണ്ട്. കാരണം ഈ ഒരു ടൈഫൂൺ അങ്ങോട്ട് സബ്സൈഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് വരികയാണ്. അതും വളരെ വലിയ ടൈഫൂണാണ്, ജയൻറ്റ് ടൈഫൂൺ. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ബംഗാൾ ഉൾക്കടലിലുള്ള ഡിപ്രഷൻ ഒരു ഡീപ്പ് ഡിപ്രഷനായി മാറി കയറിയല്ലോ, അതിൻ്റെയൊക്കെ ഇഫക്റ്റ് നമുക്കുണ്ട് ശരിക്കും. അത് നമ്മൾ പഠിക്കണം, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഇഫക്ട്സ് എന്താണെന്ന് പഠിക്കണം. പിന്നെ നമ്മളൊരു ഫുൾ മൂൺ സമയത്താണ് ഇതുണ്ടാകുന്നത്. ഫുൾ മൂണും ഇത്തരത്തിലുള്ള ഈ അറ്റ്മോസ്ഫിയറിക് ടൈറ്റ്സുമായിട്ട് ചെറിയ കോറിലേഷൻ ഉണ്ട്. ചെറിയ കോറിലേഷൻ തന്നെ വളരെ വലിയ സംഭവങ്ങൾക്ക് കാരണമാകും. അതാണ് ശരിക്കും ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ചെറിയ ഇഫക്റ്റ്, അതായത് മൂണിൻ്റെ ചെറിയൊരു ഇഫക്റ്റ് ചിലപ്പോൾ വലിയ വലിയ സംഭവങ്ങൾക്ക് കാരണമാകും. ഇപ്പോൾ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി ഈ ഫുൾ മൂണിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു തിയറി നിലവിലുണ്ട്. അതായത് ഫുൾ മൂണിൻ്റെ സമയവും ട്രിഗറാകാൻ സാധ്യതയുള്ള ഭൂകമ്പമുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാകാം. ഇപ്പോൾ സുമാത്രയിലുണ്ടായ ഭൂകമ്പം ഫുൾ മൂണിൻ്റെ അന്ന് തന്നെയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ജനുവരി 26-നുണ്ടായ ഭൂകമ്പം ഫുൾ മൂണ്ടെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കോറിലേഷൻസ് നമുക്കുണ്ട്. ഈ ലാർജർ ഒരു വേൾഡ് വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ളൊരു നിരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരുപാട് റിവിഷൻസ് വേണ്ടുന്നുണ്ട്. അത്തരം വിശദാംശങ്ങളിലേക്ക്, അതിന്റെ സാങ്കേതികതയിലേക്ക് വരാം ശ്രീ രാജഗോപാൽ കമ്മത്ത്. അടുത്ത റൗണ്ടിൽ ഞാൻ അതിലേക്ക് വരാം, താങ്കളിലേക്ക് ഞാൻ വരാം. ശ്രീ ഫഹദ് മർസൂഖ്, പണ്ട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പരിഹാസത്തോടെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ കാലാവസ്ഥ അലേർട്ടായിരുന്നു. മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ അലേർട്ടിനെ പരിഹാസത്തോടെ നമ്മൾ കണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ 2018-ലെയൊക്കെ പ്രളയത്തിന് ശേഷം, അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്കൊക്കെ ശേഷം അല്പം കൂടി ട്രസ്റ്റ് അലേർട്ടുകൾക്ക് മനുഷ്യർ കൊടുത്തു തുടങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിൽ തർക്കമില്ല. ഏജൻസികളെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാലമാണ് ഇപ്പോഴുമുള്ളത്. അവർ പറയുന്നതാണ് ആധികാരികമെന്ന് നമ്മൾ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വേള അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അല്പം യൂസ്ഡ് ആണ് എങ്കിൽ പോലും. പക്ഷേ അത് തിരിച്ചറിയാൻ എല്ലാ ദുരന്തകാലത്തും നമ്മുടെ സംവിധാനങ്ങൾക്ക് പാളിച്ച പറ്റുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അത് എല്ലാ തവണയും ആവർത്തിച്ച് നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണല്ലോ ശ്രീ ഫഹദ് മർസൂഖ്. രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതുപോലെ ദുരന്തമുണ്ടായ ശേഷമുള്ള അലേർട്ടുകളല്ലല്ലോ മനുഷ്യർക്ക് വേണ്ടത്. അശ്വത, അത് പിന്നെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി ഞാൻ അതിൽ ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഇത്തവണ അങ്ങനെ അലേർട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വകുപ്പ് അനുമാനിക്കുന്ന കണക്കനുസരിച്ച്, അവരുടെ നിർവചനം അനുസരിച്ച് 115 മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ പെയ്യുന്ന സാഹചര്യം. നേരത്തെ അഭിലാഷ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു 4-5 മണിക്കൂർ കൊണ്ടാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച് 25 സെൻറ്റിമീറ്ററുള്ള 250 മില്ലിമീറ്ററോളം വരുന്ന മഴ, അതായത് അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴയാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത് തന്നെ അതീവ ജാഗ്രത പുലർത്താനുള്ള അലേർട്ടാണ്. ഈ അലേർട്ട് പരമാവധി മാർഗ്ഗങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും ശ്രമിച്ചിട്ടുണ്ട്.
ഞങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്നലെ അലേർട്ട് നൽകിയിരുന്നു. കൂടാതെ SMS വഴി ആളുകളിലേക്ക് അലേർട്ട് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഫ്ലാഷ് ഫ്ലഡിൻ്റെ അലേർട്ട് തന്നെ ഈ പറയുന്ന ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളിലേക്ക് SMS അലേർട്ടുകൾ ഉൾപ്പെടെയായി ഈ മുന്നറിയിപ്പ് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ഈ അലേർട്ടുകളെല്ലാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും പരമാവധി അവരെ അതിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ പകൽ സമയത്ത് മഴ മാറി നിന്നതുകൊണ്ട് പലർക്കും ഒരു ഫേക്ക് കോൺഫിഡൻസ്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. നമ്മുടെ നേരത്തെ സാർമാരൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പെയ്ത്ത് രീതിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. മഴ പെയ്യുന്ന അളവിൽ, അതിൻ്റെ തോതിലും അതിൻ്റെ സമയക്രമത്തിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു. ഈ വർഷം നമുക്ക് തീരെ മഴയില്ലാത്തൊരു വർഷമാണ്. 35% മഴ കുറവാണ്. പക്ഷേ ഇന്നലെ ഓറഞ്ച് അലേർട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടുള്ള ദിവസം പകൽ സമയം ഒന്നും മഴ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആളുകൾക്ക് പലപ്പോഴും അത് ഒരു ഫേക്ക് കോൺഫിഡൻസ് വരികയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത്, പലപ്പോഴും മുൻകാലങ്ങളിൽ അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സുരക്ഷിത ബോധം ആളുകൾക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അപകടത്തിൽപ്പെട്ട സ്ഥലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ 2018 അല്ലെങ്കിൽ 2019, 2021 അത്രത്തോളം അപകടം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ആളുകൾക്ക് പലപ്പോഴും തോന്നലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതെ, ശ്രീ ഫഹദ് മർസൂഖ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ 2018 പ്രളയകാലത്തിന് ശേഷം അല്ലെങ്കിൽ അത്തരം ദുരനുഭവത്തിന് ശേഷം ഓരോ മഴക്കാലത്തും ആ മേഖലകളെ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ അവിടങ്ങൾ പിന്നീട് സുരക്ഷിതമാണ്. വലിയ കലാമിറ്റീസ് അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ അത് ഉണ്ടാകുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ മൺസൂൺ സജീവമായത് ഇന്നലെ ഒരു ദിവസമാണ്. അതിൽ തന്നെ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം രാത്രിയാണ് ഇത് നിന്നു പെയ്യുന്നത് അല്പസമയം. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാലവർഷം വളരെ സജീവമായ ഒരു ഒറ്റ രാത്രി മഴ പെയ്താൽ ഈ നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറി എന്നതുകൂടി ഇല്ലേ? അതും അത്യധികം ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ ശ്രീ മർസൂഖ്? അപ്പം നമ്മൾ എവിടെയാണ് ഇനി ഒരു വിശ്വാസ്യത നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ഒരു പകൽ സമയത്ത് മഴ പെയ്യാതിരുന്നതോടുകൂടി തന്നെ ആളുകൾക്ക് പൊതുവെ സുരക്ഷിത ബോധം ഉണ്ടാവുകയും പലരും ക്യാമ്പുകളിലേക്ക് മാറാനുള്ള അറിയിപ്പ് കിട്ടിയ സ്ഥലങ്ങളിൽ പോലും മാറാതിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്ക് ഓറഞ്ച് അലേർട്ട് വന്നാൽ തന്നെ ക്യാമ്പുകൾ സജ്ജീകരിക്കാവുന്ന സാഹചര്യമാണ്. റെഡ് അലേർട്ട് വന്നാലും ഓറഞ്ച് അലേർട്ട് വന്നാലും എല്ലാ പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളല്ല ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ അലേർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ മുൻകരുതലിൻ്റെ ഭാഗമായി തുറക്കണമെന്നാണ്. അതുപോലെ ബന്ധുവീടുകളിലേക്ക് മാറാൻ പലപ്പോഴും ആളുകൾക്ക് ക്യാമ്പുകളിൽ വന്ന് താമസിക്കുക പ്രയാസമായിരിക്കും പല ആളുകൾക്കും, പ്രത്യേകിച്ച് വലിയ അപകടം. പക്ഷേ ഇപ്പോൾ ആളുകൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞ് നേരെ ക്യാമ്പിലേക്ക് മാറുക എന്നുള്ളൊരു സാഹചര്യമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ മുൻകൂട്ടി മാറുക എന്നുള്ളത്. പക്ഷേ പകൽ സമയത്ത് മഴയില്ലെങ്കിൽ പലപ്പോഴും ആളുകൾ തയ്യാറാവില്ല ക്യാമ്പുകളിലേക്കോ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ മാറുക എന്നുള്ളൊരു കാര്യം. ഇതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ അഭിലാഷ് സാർ തന്നെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ 25 സെൻറ്റിമീറ്റർ മഴ, പലയിടത്തും 30 സെൻറ്റിമീറ്റർ വരെ മഴ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല മഴ മാപിനികളിലും. അതായത് 300 മില്ലിമീറ്റർ മഴ നമുക്ക് ഒരു 5-6 മണിക്കൂറിൻ്റെ സമയത്ത് പെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി എത്രത്തോളം ഡ്രൈനേജ് സംവിധാനങ്ങളുണ്ടെങ്കിലും എത്രത്തോളം സംവിധാനങ്ങളുണ്ടെങ്കിലും കേരളത്തിലെ നാച്ചുറൽ ആയിട്ടാണെങ്കിലും അതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിലും ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടാൻ നിലവിൽ സാധിക്കില്ല. ഇത്രയും വലിയ വോളിയം ഓഫ് മഴ വലിയ ഏരിയയിലാണ്, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തല്ല, ഒരു വ്യാപകമായ ഒരു ട്രൈ ജംഗ്ഷൻ മുഴുവനായിട്ട് വലിയ രീതിയിൽ ഈ അതിതീവ്ര മഴ പെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ആ മഴയുടെ വെള്ളത്തെ ക്യാരി ചെയ്യേണ്ടത് ഈ മീനച്ചിലും പമ്പാ നദിയുമാണ്. ഈ മീനച്ചിൽ റിവർ ആവട്ടെ പമ്പാ നദി ആവട്ടെ രണ്ടും വീതി കുറഞ്ഞ നദികളാണ്. സ്വാഭാവികമായിട്ട് ആ നദികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ ഫ്ലാഷ് ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മലവെള്ളപ്പാച്ചിൽ, വനത്തിലും മലയോര മേഖലയിലും പെയ്ത മഴ പലപ്പോഴും മലവെള്ളപ്പാച്ചിലുണ്ടാക്കി പലയിടത്തും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ഇത്തരത്തിലൊരു അപകടത്തെ നേരിട്ട് തന്നെ മതിയാവുള്ളൂ. ഈ അപകടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിലാണ് സ്വാഭാവികമായിട്ടും അവർ ഉന്നയിച്ച വിമർശനങ്ങളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ ഞാൻ പരിഗണിക്കുന്നു, മാനിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യം സംവിധാനങ്ങൾക്കാവട്ടെ പൊതുജനങ്ങൾക്കാവട്ടെ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാറുന്ന ഈ ഒരു മഴ പെയ്ത്ത് രീതിയിൽ നിന്ന് നമുക്ക് ഈ അപകടങ്ങളിൽ പൂർണ്ണമായി മോചിതരായി നിൽക്കാൻ സാധിക്കില്ല. മറ്റൊന്ന കാര്യം, നമ്മൾ റെസിലിയൻ്റ് ആവുക, അതിജീവിച്ച് ഇതിനോടൊപ്പം ജീവിക്കാൻ പഴകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായി നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സുരക്ഷിത ബോധം, നമുക്ക് തെറ്റായ മിഥ്യാധാരണ മൂലമുണ്ടാകുന്ന ഒരു സുരക്ഷിത ബോധം നമ്മൾ മറികടക്കണം. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ ഇന്ന് വിഷ്വൽസ് നോക്കൂ, ഇത്രയും വലിയ മഴ പെയ്യുന്നു, അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും എല്ലാ ആളുകളും പാലങ്ങളുടെ മുകളിൽ കാഴ്ച കാണിക്കണം. ഞങ്ങളുടെ ഓഫീസിൻ്റെ അകത്തേക്ക് കൺട്രോൾ റൂമിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അന്വേഷിച്ച് അറിയേണ്ട കാര്യം
ഇന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇടുക്കിയിലെ മൂന്നാറിലേക്കും ഗവിയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ, അതിന് അനുമതിയുണ്ടോ എന്നുള്ള കാര്യമാണ് ആളുകൾക്ക് അറിയേണ്ടത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് സുരക്ഷിതരാണ്, നമുക്കിതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ യാത്ര ചെയ്താലും അപകടത്തിലൊന്നും പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകൾ അപകട സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ ഉൾപ്പെടെ ആളുകൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ അപകട സാധ്യതയുള്ള സ്ഥലത്തല്ല, മുന്നേ അപകടം ഉണ്ടായപ്പോഴും നമുക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണെന്ന്. അങ്ങനെയല്ല എന്നുള്ള കാര്യം നമ്മൾ എത്രത്തോളം അംഗീകരിക്കാൻ തയ്യാറാകുന്നു അത്രത്തോളം നമുക്ക് അപകടരഹിതമായൊരു കേരളത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ കാര്യത്തിൽ നേരത്തെ സാറുമാർ പറഞ്ഞതിനപ്പുറത്തേക്ക് മുന്നറിയിപ്പുകൾ ഇല്ലാത്തതല്ല, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മുന്നറിയിപ്പിനെ വേണ്ട ഗൗരവത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സംവിധാനങ്ങളോട് എല്ലാവരോടും തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ തന്നെ എല്ലാ ജില്ലാ കളക്ടർമാരുടെ തലത്തിലും യോഗങ്ങൾ നടന്നിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരും അതിനാവശ്യമായ ചില നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നു. പലയിടങ്ങളിലും മലയോര മേഖലകളിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടത്തും നമുക്ക് ക്വാറി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നമ്മൾ ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി, അതിന് വേണ്ട പണം നൽകിയിട്ടുണ്ട്, അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പകൽ സമയത്ത് മഴ മാറി നിന്നപ്പോൾ പലരും വിചാരിച്ചു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് സംവിധാനം കേരളം പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ ആളുകളെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റിയാൽ തന്നെ പിന്നീട് അത്തരത്തിലുള്ള ഒരു പ്രവചനം തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആളുകൾക്ക് അഡ്വൈസ് ചെയ്യുക, ആളുകളെ അതിൽ നിന്ന് മാറ്റാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ് സാറുമാർക്കൊക്കെ അറിയുന്നുണ്ടാവും. നിങ്ങളും കഴിഞ്ഞ ദിവസം നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അത് വേണ്ട ഗൗരവത്തിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ അത് എവിടെയാണോ അതിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഉള്ളത്, ആ ഗ്യാപ്പ് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുന്നറിയിപ്പുകളെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അത് സിസ്റ്റമാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതിൻ്റെ ആക്ഷൻസിൽ എവിടേക്കാണ് നമുക്ക് ഇപ്പോഴും പരിമിതികളുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ പരിമിതികളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ മഴയുണ്ട്. അടുത്ത 24 മണിക്കൂർ കൂടി നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നാളെ മഞ്ഞ അലർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ എല്ലാ സർക്കാർ സംവിധാനങ്ങളോടും റെഡിന് സമാനമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 24 മണിക്കൂർ നമുക്ക് വലിയ മഴ ലഭിച്ചു. കഴിഞ്ഞ 36 മണിക്കൂർ നമുക്ക് വലിയ മഴ ലഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി ഉണ്ടാകുന്ന ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ പെയ്യുന്ന മഴ പോലും നമുക്കൊരു അപകടം സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത് എന്നെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് മഴ തുടരുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മൾ ഒരു നദിക്കരയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ അപകടങ്ങൾ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ രാത്രി സമയത്തേക്കെങ്കിലും നിങ്ങൾ മാറി സുരക്ഷിതമായ സ്കൂളുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറണം. അത് ഇനി ക്യാമ്പുകളിൽ പോകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുവീട്ടുകളിലേക്കോ മറ്റോ മാറി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം കേരളത്തിലെ വലിയൊരു ഭൂപ്രദേശം ഇപ്പോൾ വലിയ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ 16% ഏരിയ ഫ്ലഡ് പ്രോൺ ആണ്, 14% ഏരിയ നമുക്ക് ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്, ബാക്കി കുറേ വനപ്രദേശമാണ്, തീരദേശമാണ് വലിയ ഏരിയ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ മുഴുവൻ നമുക്ക് ക്യാമ്പിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രവർത്തകരോട് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, പല ആളുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വെള്ളത്തിൽ നിന്നിട്ടാണ്, ഈ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇഴജന്തുക്കളുണ്ടാവും, പല പകർച്ചവ്യാധികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വലിയ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും വലിയ രീതിയിലുള്ള മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പലയിടത്തും നിങ്ങൾക്ക് മലിനജലത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമായും അവരോട് പ്രതിരോധ മരുന്നുകൾ എടുക്കാൻ പറയണം. ഇത്തരം അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ അപകടം ബാധിച്ച പ്രദേശങ്ങളിലെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളും അത് കഴിഞ്ഞ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കും. അപ്പോൾ ഈ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്ന പ്രവർത്തനവും ആളുകൾ ഒഴിവാക്കണം. കൂടാതെ ഈ കാഴ്ച കാണാൻ വേണ്ടി ദയവ് ചെയ്ത് ആരും അപകടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത്. അത്തരം ആളുകൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, പ്രത്യേകിച്ച് പാലങ്ങളിൽ. കാരണം പലയിടത്തും ശക്തമായി മലവെള്ളപ്പാച്ചിലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ നദികളിലൂടെ അതിശക്തമായ ഒഴുക്കുണ്ടാവും. ഇത് പാലങ്ങൾ ചിലപ്പോൾ തകർന്ന അല്ലെങ്കിൽ തീർച്ചയായും ശ്രീ ഫഹദ് മർസൂഖ്, അത്തരം സാഹചര്യങ്ങളെ കൂടി നമ്മൾ നേരിടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ മടങ്ങി വരാം 3 പേരിലേക്കും. ദയവായി തുടരും. ഒരു ചെറിയ ഇടവേള വളരെ അനിവാര്യമാണ്. വീണ്ടും അതിഥികളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഡോക്ടർ എസ് അഭിലാഷ്, പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ സുരക്ഷിതരായി വീട്ടിൽ തന്നെ തുടരണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മുൻപ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഏത് മേഖലയിലേക്കാണ് ഈ ദുരിതപ്പെയ്ത്ത് വരുന്നത് എന്ന് ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പല അപകടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ സുരക്ഷിതമെന്ന്, അല്ലെങ്കിൽ ഇത്രയും കാലം സുരക്ഷിതമായിരുന്ന
സ്വന്തം വീടുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് പോലും അവരിലേക്ക് പോലും ഈ ദുരന്തം എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് വാസ്തവത്തിൽ സുരക്ഷിതർ? എത്രമാത്രമാണ് ഈ ജാഗ്രത വേണം, ആവശ്യമുണ്ടെങ്കിൽ മാറി താമസിക്കണം എന്നൊക്കെ പറയുമ്പോൾ മുൻ അനുഭവങ്ങൾ വെച്ചായിരിക്കുമല്ലോ നമ്മൾ അതിൽ ആവശ്യകത മനസ്സിലാക്കുന്നത്. ഡോക്ടർ എസ് അഭിലാഷ്, അപ്പോൾ ഇനിയുള്ള കാലത്ത് എങ്ങനെയാണ് നമ്മൾ ആ ജാഗ്രതയെ കരുതേണ്ടത്? ഇതിൽ രണ്ട് ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ആ ഒരു നോർമൽ എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം പണ്ട് കാലത്ത് ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഈ മഴയുടെ ക്ലാസിഫിക്കേഷനൊക്കെ കുറേയൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഒരു ദിവസം 200 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 200 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു അവസ്ഥയ്ക്കാണ് അതിതീവ്ര മഴ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മഴയുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ മഴ മുഴുവൻ ഒരു 3-4 മണിക്കൂറായിട്ട് ചുരുങ്ങുകയാണ്. അതായത് പണ്ട് കാലത്ത് 24 മണിക്കൂർ നിന്ന് പെയ്യേണ്ട മഴ ഇപ്പോൾ 6 മണിക്കൂർ അല്ലെ 3 മുതൽ 6 മണിക്കൂറായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മഴയുടെ ക്ലാസിഫിക്കേഷനിൽ ഈ മണിക്കൂർ കണക്കുള്ള മഴയുടെ ഒരു ക്ലാസിഫിക്കേഷനും അതിനനുസരിച്ചുള്ള പ്രവചനങ്ങളും നമ്മൾക്ക് പുതുതായിട്ട് ഒരു മെത്തഡോളജി ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇന്നലെ തന്നെ ആയാലും ഓറഞ്ച് അലർട്ട് കൊടുത്തു. നൈറ്റ് ആയപ്പോഴേക്ക് അത് നൗകാസ്റ്റിംഗ് റേഞ്ച് അത് 3 മണിക്കൂറിന് മുമ്പ് അത് റെഡ് അലേർട്ടായിട്ട് മാറി. പക്ഷേ അത് അവിടെ നമുക്ക് ആക്ഷനുള്ള ആ ഒരു ലീഡ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഏത് സമയത്താണ് ഈ മഴ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു അറിവ് കുറഞ്ഞ പക്ഷം ഒരു 12 മണിക്കൂർ മുന്നെയെങ്കിലും നമുക്ക് അത് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങും ഒരു ദിവസം ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ പോലും അത് ഏത് സമയത്ത്, ഇത് സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പകല് ഇത് മുഴുവൻ പെയ്യുന്ന പോലെ ആയിരിക്കില്ല രാത്രിയിൽ പെയ്താൽ. ഇപ്പം 2021 കുട്ടിക്കൽ കൊക്കയാർ ഇതേ പ്രദേശത്ത് തന്നെ ഇതിനേക്കാളും കൂടുതൽ മഴയുണ്ടായിട്ടുണ്ട്. അവിടെ 36 പേരുടെ ജീവൻ അല്ലെങ്കിൽ 18 പേരുടെ ജീവൻ തന്നെ അപഹരിക്കുന്ന തരത്തിലുള്ള 2 സ്ഥലത്തായിട്ട് ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് നടന്നത് പകൽ സമയത്താണ്. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ടൈം കിട്ടും. നമുക്ക് കൂടുതൽ അതിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശവാസികൾക്കായാലും അല്ലെങ്കിൽ ദുരന്ത പ്രതികരണ സേനയ്ക്കായാലും ഒക്കെ പ്രതികരിക്കാനുള്ള സമയമുണ്ട്. ഈ രാത്രി സമയത്ത് ഇത്തരം അതിതീവ്രമായിട്ടുള്ള മഴകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇതിനെ കണ്ടെത്തി അതിനോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് മഴയുടെ പെയ്ത്ത് രീതി മാറുമ്പോൾ മോർ ആൻഡ് മോർ റീജിയൻ ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. അതായത് ജിയോഗ്രാഫിക്കലി പണ്ട് ഇപ്പം ഈ കുട്ടിക്കലായാലും കോട്ടയത്തായാലും പത്തനംതിട്ടയായാലും ഇടുക്കിയിലായാലും പണ്ട് ഒരിക്കലും ഉരുൾപൊട്ടൽ നടന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2018 പോലും ഇത്രയും വെള്ളം കയറാത്ത സ്ഥലത്ത് പമ്പയാറിൽ ഈ പറഞ്ഞ പോലെ പമ്പ ഡാം പോലും തുറക്കാതെ തന്നെ അതിനേക്കാളും കൂടുതൽ വെള്ളം റാന്നി പട്ടണത്തിൽ ഒഴുകിയെത്തുന്നു. അതും 6 മണിക്കൂർ കൊണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ പല പ്രദേശങ്ങളും പണ്ട് വളരെയധികം, കേരളം തന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു എന്താ പറയുന്നത്, കാലാവസ്ഥാപരമായിട്ടും ദുരന്തപരമായിട്ടും ഒക്കെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം, അറബിക്കടലിൻ്റെ മാറ്റവും മേഘങ്ങളുടെ, രാജഗോപാൽ സാർ പറഞ്ഞ പോലെ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലാണ് ഇത്തരം കൂമ്പാര മേഘങ്ങളുടെ വലിയ സാന്നിധ്യം ഉണ്ടാകും. ഇത് ഞങ്ങൾ 2019 തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ പഠനത്തിൽ കണ്ടത് സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ ഈസ് ബിക്കമിങ് എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ വെർട്ടിക്കലി ഡെവലപ്പിംഗ് ഡീപ്പ് ക്ലൗഡ്സ്. അത് സാറ് തന്നെ സൂചിപ്പിച്ചു. ഒരു പക്ഷേ ആ ഏരിയയിൽ, അത് ഓഫ് കേരള കോസ്റ്റ്, വലിയ തോതിലുള്ള ഡീപ്പായിട്ടുള്ള കൺവെക്റ്റീവ് ക്ലൗഡിൻ്റെ മേഘ രൂപീകരണമായിരുന്നു. അതിൽ ഒരു 10% പോലും കരയ്ക്ക് കയറിയില്ല. റെമനൻസ് മാത്രമേ കരയിൽ കയറിയുള്ളൂ. ഒരു പക്ഷേ ഇത് മൊത്തം കരയിൽ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം മുഴുവൻ ഇന്ന് ഒലിച്ച് അറബിക്കടലിൽ പോകുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മാറ്റത്തെ പരിഗണിച്ചുകൊണ്ടുകൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ അഭിലാഷ്, അതിലാണോ നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്? അതെവിടെയാണ്? അതെങ്ങനെ ഉണ്ടാകുന്നു? അത് കണ്ടെത്തുന്ന ഇടങ്ങളുണ്ട്, കണ്ടെത്തുന്ന ആളുകളുണ്ട്, കണ്ടെത്തുന്ന സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ ആ നിലയിൽ അതിനെ പരിഗണിക്കേണ്ട ആ പരിഗണന അതിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതാണല്ലോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഓതറൈസ്ഡ് ഏജൻസികൾ ഇപ്പോഴും നമ്മൾ അതിനെ കാത്തിരിക്കുന്ന ആളുകളാണല്ലോ. അവിടെ ആ ഒരു വിള്ളൽ എവിടെയാണ്? ആ ദൂരം അതാണെന്ന് തോന്നുന്നു ഈ പ്രശ്നത്തിന് കാരണം.
അല്ല, ഇത് ഈ ഒരു ഗ്യാപ്പ് ഭഗത് തന്നെ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഞങ്ങളുടെയൊക്കെ പഠനത്തിൽ 2017 ഓഖി വന്നപ്പം എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു ഇനിയും വരും ഇതുപോലെ ചുഴലിക്കാറ്റുകളെന്ന് പറഞ്ഞു. 2019 ലഘുമേഘ വിസ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞപ്പം ഈ പറഞ്ഞ എല്ലാ ആൾക്കാരോടും എൻ്റെ നെഞ്ചത്ത് കയറിയിട്ടുണ്ട്. കാരണം ഏജൻസിയിൽ നിന്ന് വരെ എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ മേലെ കാര്യം പറയരുതെന്നും പറഞ്ഞു. അവസാനം AWSകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും വെച്ചതിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഘവിസ്ഫോടനം ഉണ്ടായത് നമുക്ക് പറയാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ മേഘവിസ്ഫോടനം ഉണ്ടായി അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ ഇറങ്ങി അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് അത് ഔട്ട്പുട്ട് വരുമ്പോഴത്തേനും മേഘവിസ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കണ്ടുപിടിച്ച് പറയേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് മാറുന്ന ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അറബിക്കടലിൽ മാറ്റം വരുന്നു, അത് പഠനത്തിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. മേഘങ്ങളുടെ രൂപീകരണത്തിൽ മാറ്റം വരുന്നു, പഠനത്തിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. മഴയുടെ പാറ്റേണിൽ മാറ്റം വരുന്നു, അതായത് മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. ഇതെല്ലാം നമ്മൾ പഠനത്തിലൂടെ ഒരു 10 വർഷം മുമ്പ് 2017, 18, 19 സമയങ്ങളിൽ നമ്മൾ ജേണലിലൂടെയും മറ്റും പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് പോളിസി ലെവലിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പഠനങ്ങൾ ഗവേഷണങ്ങളൊക്കെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ അൾട്ടിമേറ്റ്ലി ഇത് ചെയ്യുന്നത് ഇതിനെ കൊണ്ട് നമ്മുടെ പോളിസി ലെവലിലും അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനിലും ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം രാജഗോപാൽ സാറ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെയും ഒക്കെ സേവനം ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു ഏജൻസിയുടെ മാത്രം കർത്തവ്യമല്ല. ഇവിടുത്തെ അക്കാഡമിഷ്യൻസിന് ഇതിലൊരു റോളുണ്ട്. ഇവിടുത്തെ ഇത്തരം സ്കിൽഡായിട്ടുള്ള അമേച്വർ വെതർ ഫോർകാസ്റ്റേഴ്സിന് ഒരു റോളുണ്ട്. ഇവരെ എല്ലാവരെയും സംയോജിപ്പിച്ച് ഒരു തരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ഏജൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അത്തരത്തിൽ അക്കാഡമിഷ്യൻസിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈവറ്റ് അമേച്ചർ വെതർ ഫോർകാസ്റ്റേഴ്സിനെ മുഖവിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളം മുഴുവൻ കേന്ദ്രീകരിച്ച് ഈ അതായത് പങ്കാളിത്ത ദുരന്ത നിവാരണ നയ രൂപീകരണത്തിൻ്റെ ഒരു വലിയ സാധ്യത നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ അവെയറാണ്. കാരണം മീനച്ചിൽ റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ട് 250ഓളം ആൾക്കാർ സ്വയം മഴയും പുഴയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രാത്രിയിലും, രാജഗോപാൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനും ഇത് നിരീക്ഷിക്കുന്ന ഒരാളാണ്, രാത്രിയിലും ഉറക്കമളച്ചാണ്, ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലാതെ അവർ സെൽഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഇതുപോലെ ഹ്യൂം സെൻ്റർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങൾ കൂടുതൽ അവെയറാണ്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ നമുക്കിപ്പോഴും സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പോളിസി ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വരാം ഒരു ചെറിയ ഇടവേള കൂടി എടുത്ത ശേഷം വളരെ വേഗം മടങ്ങിയെത്താം. ശ്രീ ഫഹദ് മർസൂഖ്, ഇവിടെ ഏറ്റവും അവസാനം ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ ആ നിലയിൽ ഉള്ളൊരു ജാഗ്രതയാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. നോക്കൂ, ഇപ്പോൾ മുൻപ് നമ്മൾ ഈ അലർട്ടുകളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നലെ ഓറഞ്ച് അലർട്ട് ഉണ്ട്, പക്ഷേ പകൽ സമയത്ത് അധികം മഴ പെയ്യുന്നില്ല. സ്വാഭാവികമായും ആളുകളിൽ ആ വിശ്വാസ്യതയുടെ കുറവുണ്ടാകും. പക്ഷേ രാത്രിയാകുമ്പോൾ മഴ അധികമായി പെയ്യുന്നു. അപ്പോൾ ഓരോ സമയവും എങ്ങനെയായിരിക്കും എന്നുള്ള അലേർട്ട് ചുരുങ്ങിയ പക്ഷം ഒരു 12 മണിക്കൂറിനെങ്കിലും മുൻപേ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് ഇനിയും നമുക്ക് കഴിയുന്നില്ല. 1, 2, പല ഇടങ്ങളിൽ നിന്നും ഈ നിലയിലുള്ള കണ്ടെത്തലുകളുണ്ട്. പക്ഷേ ഇതൊരു ഏകോപന സംവിധാനത്തിലേക്ക് എത്തുന്നില്ല. അതിനോടൊപ്പം ഈ കണ്ടെത്തലുകൾ, ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്, അതിനോടൊപ്പം സർക്കാർ സംവിധാനങ്ങൾ കൂടി ചേർന്ന് പ്രവർത്തിക്കുക, ഇതാണല്ലോ ഇതിനെയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്ന പരമാവധി മുൻകരുതലും ജാഗ്രതയും. അതും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നത് വലിയ പ്രശ്നമല്ലേ? ഇതിൽ 2 തലത്തിൽ ഈ കാര്യത്തെ കാണണം. 2 തലം ഉണ്ട് ഇതിന്. ഒന്ന്, ഈ പറയുന്ന ആളുകളെ കേൾക്കുക, അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്നുള്ള കാര്യം, അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ അഭിലാഷ് സാറാണെങ്കിലും കമൽ സാറാണെങ്കിലൊക്കെ എപ്പോഴും നമ്മളുമായിട്ട് സംസാരിക്കുന്നവരാണ്. നമ്മളൊരു ഫോൺ കോൾ അകലത്തിൽ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അതുപോലെ നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ മീനച്ചിൽ റിവർ മോണിറ്ററിംഗ് സമിതി ആവട്ടെ, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ആവട്ടെ, മലപ്പുറത്തെ റെയിൻ ട്രാക്കേഴ്സ് ആവട്ടെ, വയനാട് ജില്ലയിലെ ഹ്യൂം സെൻ്റർ ആവട്ടെ, ഇവരെല്ലാവരും നമ്മളുമായിട്ട് സംസാരിക്കണം നിരന്തരമായിട്ട്. അവരെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത്, നമ്മൾ ഔദ്യോഗിക സംവിധാനങ്ങൾ നമുക്ക് നിയമപരമായി നമ്മുടെ രാജ്യത്ത് ഇതിനൊക്കെ അപ്പുറത്ത് 150 വർഷത്തെ പഴക്കമുള്ള കാലാവസ്ഥാ വകുപ്പുണ്ട്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി എന്ന നിലക്കും നമ്മുടെ എല്ലാ നിയമപരമായും
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയും പ്ലാനും അനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി അവരാണ് ഈ കാര്യത്തിൽ ഇന്ത്യയിലെ അവസാന വാക്ക്. ഇന്ത്യയിലെ മാത്രമല്ല നമ്മുടെ ഈ മൊത്തം റീജിയനിൽ തന്നെ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കഴിവും പ്രാപ്തിയുമുള്ളൊരു ഏജൻസിയാണ് കാലാവസ്ഥ വകുപ്പ്. അപ്പോൾ അവർ ആണ് ഔദ്യോഗികമായ മുന്നറിയിപ്പുകൾ നൽകാൻ വേണ്ട ഏജൻസി. ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കേണ്ട ഏജൻസി നിലക്ക് നമ്മൾ ഈ ആളുകളെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടെ നമ്മൾ കാലാവസ്ഥ വകുപ്പുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങളെല്ലാം ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ അവരൊക്കെ സൂചിപ്പിച്ച പോലെ ഞങ്ങളും രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് ഇവരെല്ലാവരും എന്താണ് പറയുന്നത്, ഇവർക്ക് എവിടുന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും അതെല്ലാം ഗ്യാദർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ അപകടം സംഭവിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊന്നും സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് എത്താനോ യാതൊരു തരത്തിലുള്ള ഡിലേയും സംഭവിക്കുന്നില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് അപകട മേഖലകളിൽ എത്തുന്നു. അതിൻ്റെ എല്ലാ ഏജൻസികളും കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറെടുപ്പുകൾ ഉണ്ട്. പക്ഷേ എപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പല പോക്കറ്റുകളിലാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക. അപ്പോൾ എല്ലായിടത്തേക്കുമുള്ള റിസോഴ്സ് നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ റിസോഴ്സ് മൊബിലൈസേഷനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്ന കാര്യം. അത് നമ്മൾ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഈ സംവിധാനങ്ങളുടെ കാലയളവ് അതിന്റെ പഴക്കം താങ്കൾ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ അത്ര വർഷത്തെ എക്സ്പീരിയൻസും പഴക്കവും ഒക്കെയുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. റിമോട്ട് മേഖലകളിലേക്കൊക്കെ ഇപ്പോഴും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന്. അല്ല, അതിന് നമ്മുടെ ശാസ്ത്രത്തിന് തന്നെ ചില പരിമിതികളുണ്ട്. ഇപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് അഭിലാഷ് സാറിനൊക്കെ സംസാരിക്കാൻ പറ്റും. നമ്മളുടെ ജോഗ്രഫിക്കൽ പൊസിഷൻ അനുസരിച്ചും നമ്മുടെ കാലാവസ്ഥ പ്രവചിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വേണ്ട കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് മാധ്യമപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ മേഖലയിൽ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 2018 മുന്നേയുള്ള കാലത്ത് അല്ലെങ്കിൽ 2018 ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അല്ല ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള അത്രയും അധികം ഇൻസ്ട്രുമെൻറ്റേഷൻ വന്നു. കേരളത്തിൽ കൂടുതലായിട്ട് റഡാറുകൾ വന്നു, ധാരാളമായി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് വന്നു, ധാരാളമായി മഴമാപിനികൾ വന്നു. അപ്പോൾ അതിനേക്കാളും വലിയ രീതിയിലുള്ള വലിയ പ്രൊജക്റ്റുകൾ കേന്ദ്ര സർക്കാരിൻ്റെയും ഉൾപ്പെടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ധാരാളമായി ഇൻഫർമേഷൻസും ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ പ്രവചനത്തിലേക്ക് ഫോർകാസ്റ്റിലേക്ക് മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമുക്കിപ്പോൾ പണ്ടാണെങ്കിൽ 30 വർഷത്തൊക്കെ ഡാറ്റ വേണമായിരുന്നു. ഇപ്പോൾ നമുക്ക് AI സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വർഷം, ഒരു 5-6 വർഷം കൊണ്ട് കേരളത്തിലെ ഫോർകാസ്റ്റിംഗ് എബിലിറ്റി നമ്മുടെ കാലാവസ്ഥ വകുപ്പിൻ്റെ ആവട്ടെ മറ്റു സംവിധാനങ്ങളുടെ ആവട്ടെ പ്രൈവറ്റ് ഏജൻസികൾ ഉൾപ്പെടെ സഹകരിപ്പിച്ചുകൊണ്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഈ നൗകാസ്റ്റിംഗ് ഒക്കെ ഉൾപ്പെടെ ആളുകൾക്ക് നൽകാൻ വേണ്ടിയുള്ള സംവിധാനം എത്തി. അതുപോലെ ഈ ഡിസമിനേഷൻ സംവിധാനങ്ങൾ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ 126 സൈറനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുന്നേ ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ SMS അലേർട്ടുകൾ, അതുപോലെ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഇപ്പം സെൽ ബ്രോഡ്കാസ്റ്റിംഗ് വഴി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് നേരിട്ട് നൽകുന്ന സംവിധാനം, അത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ നമുക്ക് രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രവചനങ്ങളെ കുറച്ചുകൂടി ഇപ്പം നമ്മൾ ജില്ലാ തലത്തിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അത് ഒരു പഞ്ചായത്ത് തലത്തിലേക്ക് എത്തിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിനെപ്പോൾ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ഈ സാഹചര്യത്തിൽ. ഞാൻ വരാം ശ്രീ രാജഗോപാൽ കമ്മത്ത്, അല്പസമയം ദയവായി തുടരും. ഞാൻ ചെറിയൊരു ഇടവേളയെടുത്ത ശേഷം അങ്ങയിലേക്ക് വരാം. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദ്യം ഒഴിവാക്കുന്നു. ഇത്ര നേരം സംസാരിച്ചതിൽ നിന്നും താങ്കളുടെ അഭിപ്രായത്തിലേക്ക്. പറഞ്ഞോളൂ സാർ. അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാൻ ചോദ്യം ഒഴിവാക്കി ആ സമയം കൂടി അദ്ദേഹത്തിന് സംസാരിക്കാം എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. ചോദ്യമില്ല എന്ന് കരുതിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ചർച്ചയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ശരി, ഞാൻ വീണ്ടും ഫഹദ് മർസൂഖിലേക്ക് തന്നെ പോകുകയാണ്. ഫഹദ്, അപ്പോൾ ഈ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ മനുഷ്യരിലേക്കും ഈ അലേർട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് ഇത് എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ള അലേർട്ടാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും പ്രധാനവും. അതാണ് അല്പം കൂടി പ്രായോഗികമാകുക എന്നത് കൂടി തോന്നുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഇനിയും എന്നുള്ളതാണ്. അതിലേക്കൊന്നും അധികം കാലം കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അലേർട്ടുകളെല്ലാം നമ്മൾ ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പം റെഡ് അലേർട്ട് ഉണ്ട്, നാളെ കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അലേർട്ട് പുതുക്കിയിട്ടുണ്ട്. നാളെയും ഓറഞ്ച് അലേർട്ടായിട്ട് ഇന്ന് നേരത്തെ ഉച്ചയ്ക്ക് മഞ്ഞ അലേർട്ടായിരുന്നു പറഞ്ഞിരുന്നത്, അത് മാറ്റി ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ കൂടി കണ്ടുകൊണ്ടാണ്, അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം നാളത്തെ മഞ്ഞ സാധ്യതയുള്ള മഴയ്ക്ക് തന്നെ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പകൽ സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് മഴ കുറച്ച് മാറി നിൽക്കുന്നെന്ന് കരുതിയിട്ട് നമ്മൾ ഉടനെ തന്നെ ഈ നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളായിട്ട് പോകുന്നതിന് പകരം കുറച്ചുകൂടി ഗൗരവത്തിൽ അലേർട്ടുകളെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ശീലം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അധികം വൈകാതെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലേക്ക് തന്നെ മുന്നറിയിപ്പുകൾ
ലഭ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് മെസ്സേജുകളൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അലേർട്ടുകൾ കുറച്ചുകൂടി കൃത്യത, കാരണം കൃത്യതയില്ലെങ്കിൽ 1-2 ദിവസം നമ്മൾ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞ് അപ്പോഴൊന്നും ഒരു അപകടവും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തും സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ മാറില്ല എന്ന നിലപാടിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇതിൽ നമ്മൾ പറയുന്നത്. നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ജീവനും നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് ഏറ്റവും ഗൗരവത്തിൽ കാണണം, എല്ലാ മുന്നറിയിപ്പുകളും ഗൗരവത്തിൽ കാണണം. നാളെ അടുത്ത 24 മണിക്കൂർ കൂടി എല്ലാവരും നമ്മളോട് സഹകരിക്കണം. പരമാവധി വീട്ടിൽ തുടർന്നുകൊണ്ടും പുറത്തേക്ക് കാഴ്ച കാണാൻ പോവാതെയും നദികൾ ക്രോസ് ചെയ്യാതെയും മലയോര മേഖലയിലേക്ക് യാത്ര ഒഴിവാക്കിയും നമ്മളോട് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ശരി, ഓക്കെ. അതാണ് ഏറ്റവും പ്രധാനം. എന്താണോ മുന്നറിയിപ്പ്, നമ്മുടെ സംവിധാനങ്ങൾ തരുന്ന മുന്നറിയിപ്പ്, അതിനെ വിശ്വസിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള മാർഗം. അത് ആ നിലയിൽ വിശ്വസിച്ച് അങ്ങനെ തന്നെ പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. വളരെ നന്ദി ഡോക്ടർ എസ് അഭിലാഷ്, ഫഹദ് മർസൂഖ്, ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. എൻകൗണ്ടറിൽ സഹകരിച്ചതിന്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.